തനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ പുറം ലോകം കാണാതെ വയസ്സിനനുസരിച്ച് ലെവൽ 1 ലെവൽ 2 എന്ന രീതിയിൽ ഒരു പ്രത്യേക തരം സ്കൂളിൽ വളർത്തുന്ന പെൺകുട്ടികൾ. അവിടെ പഠിപ്പിക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം ക്ലീൻ ആയിരിക്കണം, ഭംഗിയായിരിക്കണം, ഹെൽത്തി ആയിരിക്കണം. അങ്ങനെ ഈ സ്കൂളിൽ ജീവിക്കുന്ന നമ്മുടെ ഹീറോയിന്റെ കഥയാണിത്. ഈ സിനിമ 2019 ഇറങ്ങിയ ലെവൽ 16 എന്ന സിനിമയാണ്. വെൽക്കം ടു ചെറുകഥ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. കഥയുടെ തുടക്കത്തിൽ ഹോസ്റ്റൽ പോലെ ഒരു ഇടമാണ് കാണിക്കുന്നത്. അതിൽ ലെവൽ 10 എന്ന ഫ്ലോർ ആണ് കാണിക്കുന്നത്. അതിൽ 10 വയസ്സായ ചെറിയ കുട്ടികളെ കാണിക്കുന്നു. നമ്മൾ ലെവൽ 16 ആയാൽ ഇവർ നമുക്ക് പേരൻസിനെ കണ്ടുപിടിച്ച് തരും, അപ്പോൾ നമുക്ക് നല്ല സന്തോഷമായി ജീവിക്കാം എന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ഒരു സൈറൻ അടിക്കും. അത് കേട്ടതും രണ്ടാളും ഓടി ബെഡിൽ കിടക്കും. ഈ സ്കൂളിൽ അത്രയും സ്ട്രിക്റ്റ് ആണ്. ഏറ്റവും സ്ട്രിക്റ്റ് ആയി പാലിക്കേണ്ട കാര്യം നല്ല ക്ലീൻ ആയിരിക്കണം എന്നതാണ്. ഇവരെ എല്ലാവരെയും മോണിറ്റർ ചെയ്യാൻ അവിടെ എല്ലായിടത്തും ക്യാമറകളുണ്ട്. ഡെയിലി മോർണിംഗിൽ കുട്ടികൾ എല്ലാവരും ക്യൂവിൽ നിന്ന് ഈ ഗ്രീൻ ലൈറ്റ് കത്തുമ്പോൾ ക്യാമറയുടെ മുന്നിൽ നിന്ന് ഫേസ് വാഷ് ചെയ്യണം. അടുത്ത സീനിൽ സോഫിയ എന്ന കുട്ടിയെയാണ് കാണിക്കുന്നത്. അവൾ അവളുടെ കയ്യിലുള്ള സോപ്പിന്റെ ഡബ്ബ താഴെയിടും. അവൾക്ക് കാഴ്ചയ്ക്ക് ഇത്തിരി കുറവുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ നിലത്തു വീണ അവളുടെ സോപ്പ് ഡബ്ബ തിരഞ്ഞ് കഷ്ടപ്പെടുന്നത് കണ്ട് വിവേൻ എന്ന പെൺകുട്ടി, വിവേനാണ് നമ്മുടെ കഥയിലെ ഹീറോയിൻ, അവളെ സഹായിക്കാൻ പോകും. പക്ഷേ അവളുടെ മുഖം കഴുകാനുള്ള ഗ്രീൻ ലൈറ്റ് കത്തി നിൽക്കുമ്പോഴാണ് അവൾ ആ കുട്ടീനെ സഹായിക്കാൻ പോയത്. അവൾ തിരിച്ചെത്തിയപ്പോഴേക്കും അത് റെഡ് ലൈറ്റ് ആയി കത്തി വാർണിംഗ് ബസർ അടിക്കാൻ തുടങ്ങും. അടിച്ചപ്പോഴേക്കും 2 സെക്യൂരിറ്റി ഗാർഡ്സ് വന്ന് വിവേനെ പിടിച്ചുകൊണ്ടുപോകും. അവൾ കരഞ്ഞ് സോഫിയ ഒന്ന് പറയും, ഞാൻ നിന്നെ സഹായിക്കാൻ നോക്കിയതാണ് എന്ന്. പക്ഷേ സോഫിയ നിസ്സഹായയായി അവളെ നോക്കി നിൽക്കും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഒരു 5 വർഷം കഴിഞ്ഞ് കുറച്ച് പെൺകുട്ടികളെല്ലാം ചേർന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു പെൺകുട്ടി പറയും, എല്ലാം വൃത്തിയാണ്, വൃത്തിയുള്ള ആൾക്ക് ഹെൽത്തി ആയിരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ TV ഓഫ് ആവും. അതിൽ റീറ്റ എന്ന പെണ്ണ് ഇതെന്താ TV ഓഫ് ആയത് എന്ന് ചോദിക്കും. മിണ്ടാതിരുന്നോ, ഇങ്ങനെയൊന്നും പറയരുത്, പണി കിട്ടുമെന്ന് വേറൊരു പെൺകുട്ടി പറയും. പിന്നെ നമ്മുടെ ഹീറോയിനെ കാണിക്കും. ഇവർക്ക് ഇപ്പോൾ 16ാമത്തെ വയസ്സാവാൻ പോവുകയാണ്. അടുത്ത സീനിൽ വിവേൻ ഉറങ്ങാൻ കിടക്കുകയാണ്. അപ്പോൾ തലയിൽ ഇടുന്ന ക്ലിപ്പ് ഉപയോഗിച്ച് ചുമരിൽ ദിവസങ്ങൾ കുറിച്ചു വെക്കുന്നത് കാണിക്കും. അടുത്ത സീനിൽ ക്ലാസ്സിൽ ബ്രിസ്കൽ എന്ന സ്ത്രീയെ കാണിക്കും. അവർ വളരെ സ്ട്രിക്റ്റ് ആയി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ലെവൽ 15 നിന്ന് 16 മാറാൻ പോവുകയാണ്. 16 ആണ് നിങ്ങളുടെ അവസാനത്തെ ലെവൽ. ലെവൽ 16 കഴിയുന്നതോടൊപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല പേരൻസിനെ കിട്ടുന്നതായിരിക്കും എന്ന് പറയും. ഇത് കേട്ട് എല്ലാ കുട്ടികളും വളരെ സന്തോഷിക്കും. എന്നിട്ട് ഈ കുട്ടികളെ എല്ലാവരെയും 4 ടീമായി പിരിക്കും. അതിൽ ഹീറോയിന്റെ ടീമിൽ ഈ റീറ്റ എന്ന കുട്ടികളുമുണ്ട്. അവരെ ലെവൽ 16 റൂം റോസ് എന്ന റൂമിൽ കൊണ്ടുവിടും. ആ റൂമിൽ ഒരു സെക്യൂരിറ്റി ഗാർഡും ഉണ്ട്. അതിന്റെ ഉള്ളിൽ വേറെയും പെൺകുട്ടികളുണ്ട്. ഉള്ളിൽ കയറിയ ഉടനെ നമ്മുടെ വിവേൻ, ഈ റൂമിൽ ഞാനാണ് ലീഡർ, ഇനി മുതൽ എല്ലാവരും ഞാൻ പറയുന്നത് പോലെ കേൾക്കണം എന്നൊക്കെ വളരെ റൂഡായി സംസാരിക്കും. അപ്പോൾ സോഫിയ, ആ കണ്ണിന് കാഴ്ചക്കുറവുള്ള കുട്ടി, ഹീറോയിനെ മനസ്സിലാക്കി വിവേൻ എന്ന് വിളിച്ച് മുന്നോട്ട് വരും. പക്ഷെ വിവേൻ അവളെ മൈൻഡ് പോലും ചെയ്യില്ല. ചെറുപ്പത്തിൽ അവളെ പണിഷ്മെന്റിന് കൊണ്ടുപോകുമ്പോൾ സോഫിയ ഒന്നും മിണ്ടാതിരുന്നതിന്റെ ദേഷ്യമാണ് അവൾക്ക്. ഈ സ്കൂളിൽ അച്ചടക്കം ആണ് എല്ലാം, വൃത്തിയായിരിക്കണം, അച്ചടക്കത്തോട് ബിഹേവ് ചെയ്യണം, അല്ലാതെ വേറെ തരം വിദ്യാഭ്യാസം ഒന്നുമില്ല ഇവിടെ. അങ്ങനെ ഒരു ദിവസം സോഫിയ കുറച്ച് വിയേഡായി പെരുമാറുന്നത് വിവേൻ ശ്രദ്ധിക്കും. വിവേൻ ക്യാമറ ഇല്ലാത്ത ഭാഗം നോക്കി സോഫിയനെ പിടിച്ച് റൂഡായി സംസാരിക്കും. ഞാനാണ് ഇവിടെ ലീഡർ, നീ എനിക്ക് പണിഷ്മെന്റ് കിട്ടിയ കാര്യമൊന്നും ആരോടും പറയണ്ട എന്ന് പറയും. അപ്പൊ സോഫിയ എന്തോ പറയാൻ തുടങ്ങും. പക്ഷെ അപ്പോഴേക്കും ബസർ സൗണ്ട് കേൾക്കും. അപ്പോൾ എല്ലാവരും അസംബിളായി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ബ്രിക്സിൽ വരും. അവരുടെ കയ്യിലെ ബാഗിൽ നിന്ന് എല്ലാവർക്കും ഒരു വൈറ്റ് ഗൗൺ കൊടുക്കും. എല്ലാ ഗൗണിലും ഓരോരുത്തരുടെ പേരുണ്ട്. പക്ഷെ ഈ കുട്ടികൾക്ക് വായിക്കാനുള്ള വിദ്യാഭ്യാസം പോലും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഗൗണിലെ പേര് കണ്ട് ഇതെന്താണെന്ന് ചോദിക്കും. ഇത് നിങ്ങളുടെ പേരാണ്, ഇത് നിങ്ങൾ ലെവൽ 16 എത്തിയതിന്റെ റിവാർഡായി തരുന്നതാണ്, ഇത് ഇന്നേക്ക് ഇടാൻ പാടില്ല, നാളേക്കാണ് ഇടേണ്ടത്, നാളെ കുറച്ച് പേരൻസ് വരുന്നുണ്ട്, അവർ നിങ്ങളെ സെലക്ട് ചെയ്ത് കൊണ്ടുപോകുമെന്ന് ബ്രിക്സിൽ പറയും. അത് കേട്ട് എല്ലാവരും ഹാപ്പി ആവും. അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പായി വിവേൻ അവളുടെ അടുത്ത് കിടക്കുന്ന കുട്ടിയോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് വിഷ് ചെയ്ത് ഉറങ്ങാൻ കിടക്കും. അടുത്ത ദിവസം രാവിലെ സോഫിയ വിവേന്റെ അടുത്തേക്ക് സംസാരിക്കാൻ വരും. പക്ഷെ വിവേൻ അവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. പക്ഷെ വിവേൻ, ഞാൻ പറയുന്നതൊന്ന് നീ കേൾക്ക്, ദയവ് ചെയ്ത് കേൾക്ക്, ഇവർ തരുന്ന വിറ്റാമിൻ ഇന്ന് നീ കഴിക്കരുത് എന്ന് പറയുമ്പോഴേക്കും അവിടേക്ക് വേറെ ഒരാൾ വരും. അപ്പോൾ സോഫിയ അവിടെ നിന്ന് പോകും. അടുത്ത സീനിൽ ബ്രിക്സിൽ കൊടുത്ത ഗൗൺ ധരിച്ചു എല്ലാവരും ക്യൂവിൽ നിൽക്കും. ഓരോരുത്തരായി ക്യാമറയുടെ മുന്നിൽ നിന്ന് അവർ കൊടുത്ത വിറ്റാമിൻ ടാബ്ലറ്റ് കഴിക്കും. എന്നിട്ട് വെള്ളം കുടിക്കും. പക്ഷേ വിവേൻ സോഫിയ പറഞ്ഞതുകൊണ്ട് തന്നെ മരുന്ന് കഴിക്കാതെ റെസ്റ്റ് റൂമിൽ പോയി തുപ്പിക്കളയും. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങാൻ കിടക്കും. ബസർ അടിച്ചു കഴിഞ്ഞ് വിവേൻ ഇവയുടെ അടുത്ത് ഗുഡ് നൈറ്റ് പറയും. പക്ഷേ ഇവയ്ക്ക് എനക്കമില്ല. ഇവ മാത്രമല്ല, മരുന്ന് കഴിച്ച എല്ലാ കുട്ടികൾക്കും എനക്കമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ സോഫിയ വിവേന്റെ അടുത്ത് വന്ന്, ഇപ്പോൾ ഗാർഡ്സ് ഇവിടേക്ക് വരുമെന്ന് പറയും. പക്ഷേ ഗാർഡ്സിന് ഇവിടേക്ക് അലൗഡ് അല്ലല്ലോ എന്ന് വിവേൻ ചോദിക്കും. ഇല്ല, അവർ വരും, നീ അവർ വന്നാൽ എനക്കമില്ലാതെ കിടക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡോർ ഓപ്പൺ ആവുന്ന ശബ്ദം കേൾക്കും. അപ്പോൾ തന്നെ സോഫിയ ഓടിപ്പോയി ബെഡിൽ കിടക്കും. ഗാർഡ്സിന്റെ ഒപ്പം ബ്രിക്സിലുമുണ്ട്. ബ്രിക്സിൽ ഗാർഡ്സിന്റെ അടുത്ത് ഞാൻ പറയുന്ന കുട്ടികളെ എടുത്തോ എന്ന് പറയും. അതിൽ 2 കുട്ടികളെ അവർ എടുക്കും. എന്നിട്ട് അവർ ഒരു റൂമിൽ പോയി സോഫയിൽ കൊണ്ടു കിടത്തും. ഇതിൽ ഒരാൾ വിവേൻ
വിവേനാണ്. വിവേനെ കെടുത്തുമ്പോൾ ആ ഗാർഡ് അവളുടെ കവിളിൽ ഒന്ന് തലോടി പോവും. അപ്പോ അവിടേക്ക് ബ്രിക്സൽ 2 പേരെ കൊണ്ടുവരും. അവരെ കാണാൻ പണക്കാരെ പോലെയുണ്ട്. ബ്രിക്സൽ 2 പെൺകുട്ടികളെയും അവർക്ക് കാട്ടിക്കൊടുത്ത് ഇവരെ നോക്ക്, രണ്ടാളും ഹീറോയിനെ പോലെയാണ് കാണാൻ. അത് മാത്രമല്ല ഇവർ വളരെ നീറ്റും ഡിസിപ്ലിൻഡുമാണ്. അപ്പോ ഹസ്ബൻഡ് വന്ന് അയാളുടെ ഭാര്യയോട് നീ നോക്കി സെലക്ട് ചെയ്തോ എന്ന് പറയും. പക്ഷെ ആ സ്ത്രീ വളരെ വിഷമത്തിൽ ഒരു കണ്ണാടിയിൽ നോക്കി നിൽക്കുകയാണ്. അവസാനം ആ സ്ത്രീ പറയും നിങ്ങളല്ലേ എന്നെ അങ്ങോട്ട് കൊണ്ടുവന്ന്, നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തോ എന്ന് പറഞ്ഞ് ആ സ്ത്രീ പുറത്തേക്ക് പോകും. അപ്പോ അയാൾ വിവേനെ സെലക്ട് ചെയ്യാതെ മറ്റേ പെൺകുട്ടീനെ സെലക്ട് ചെയ്യും. എന്നിട്ട് ഗാർഡ് വന്ന് വിവേനെ എടുത്ത് അവളുടെ ബെഡിൽ തന്നെ കൊണ്ടു കിടത്തും. ഗാർഡ് പോയതും സോഫിയ വിവേന്റെ അടുത്തേക്ക് ഓടി വന്ന് എന്താ നടന്നത് എന്ന് ചോദിക്കും. നമ്മളെ ഇവിടെ അഡോപ്റ്റ് ചെയ്യുകയൊന്നുമല്ല ചെയ്യുന്നത്, ഇവർ നമ്മളെ വിൽക്കുകയാണ് എന്ന് വിവേൻ പറയും. അവർ ഇനിയും വരും, ഡോർ തുറക്കുന്ന നേരം നോക്കി നമുക്ക് രക്ഷപ്പെടാമെന്ന് സോഫിയ പറയും. പക്ഷെ വിവേൻ അതിന് സമ്മതിക്കുകയില്ല. ആ സമയം തന്നെ ഗാർഡ്സും ബ്രിക്സലും അവിടേക്ക് വന്ന് വേറെ 2 പെൺകുട്ടികളെ എടുത്തോണ്ട് പോകും. അത് കഴിഞ്ഞ് ഗാർഡ്സ് വീണ്ടും വന്ന് സോഫിയനെ എടുത്തോണ്ട് പോകും. അപ്പോൾ വിവേൻ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന് ക്യാമറയുടെ മുന്നിൽ പെടാതെ ബ്രിക്സലിന്റെ റൂമിന്റെ അവിടെ പോയി നിൽക്കും. അപ്പോൾ ബ്രിക്സൽ ഫോണിൽ സംസാരിക്കുന്നത് വിവേൻ കേൾക്കും. ഞാൻ ഇപ്പോൾ റോസ് റൂമിലാണ് ഉള്ളത്, ഇവിടത്തെ പെൺകുട്ടികളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് ഇപ്പോ കഴിയും, കഴിഞ്ഞാൽ ഉടനെ ലില്ലി റൂമിൽ വരും, അപ്പോ വിളിക്കാമെന്ന് ഫോണിൽ പറയുന്നത് അവൾ കേൾക്കും. അടുത്ത സീനിൽ 2 ഗാർഡ്സ് ആക്സസ് കാർഡ് വെച്ച് ഡോർ തുറക്കുന്നത് വിവേൻ കാണും. അവൾ ഓടിപ്പോയി ഡോർ തുറക്കാൻ നോക്കും. അത് തുറക്കാൻ അവളെ കൊണ്ട് സാധിക്കില്ല. എന്നിട്ട് അവൾ നേരെ റോസ് റൂമിൽ വന്ന് അവളുടെ ബെഡിൽ കിടക്കും. അപ്പോൾ സോഫിയനെ ഗാർഡ് തിരിച്ചുകൊണ്ട് കിടത്തും. അടുത്ത ദിവസം 2 പേരും രഹസ്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ എത്ര നാളായി ഈ ടാബ് കഴിക്കാതെ ഇരിക്കുന്നത് എന്ന് വിവേൻ ചോദിക്കും. ഞാൻ കുറെ നാളായി കഴിക്കുന്നില്ല, ഇവർ നമ്മളെ എന്താണ് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയാണ്, ഇവിടെ എന്തോ തെറ്റു നടക്കുന്നുണ്ട് എന്ന് സോഫിയ പറയും. അടുത്ത സീനിൽ ഇവർ എല്ലാവർക്കും ഒരു റൊട്ടീൻ ചെക്കപ്പ് ഉണ്ട്. അതിന് വിവേൻ ഡോക്ടറുടെ അടുത്തേക്ക് പോകും. ഡോക്ടർ വളരെ നല്ല രീതിയിലാണ് വിവേന്റെ അടുത്ത് പെരുമാറുന്നത്. ഇവിടെ ഒരു ഫീവർ നടക്കുന്നുണ്ട്, ഇപ്പോൾ അതിനൊരു വാക്സിൻ എടുക്കുന്നുണ്ട് എന്ന് ഡോക്ടർ പറയും. എന്നിട്ട് ഡോക്ടർ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. വിവേൻ പറയും മുതുകിൽ ഒരു റേഷസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഡോക്ടർക്ക് അത് കാട്ടിക്കൊടുക്കും. ഇത് കുഴപ്പമൊന്നുമില്ല, മാറിക്കോളും എന്ന് പറഞ്ഞ് മരുന്ന് കൊടുത്തു വിടും. അന്ന് രാത്രി അവർ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഒരേ സിനിമയാണ് കാണിക്കുന്നത്. അപ്പോഴാണ് വിവേൻ സോഫിയനെ ശ്രദ്ധിക്കുന്നത്. അവൾ വളരെ ഡൾ ആയിട്ടാണ് ഇരിക്കുന്നത്. അന്ന് രാത്രി അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിവേൻ ചോദിക്കും എന്തിനാ ഈ മരുന്നുകൾ നമുക്ക് തരുന്നത് എന്ന് ചോദിക്കും. നമ്മൾ ഉറങ്ങാൻ വേണ്ടിയാണ് തരുന്നത്, പക്ഷേ ആ ബ്ലൂ മരുന്ന് നമുക്ക് ഒരു ബോധവും ഇല്ലാതെ ഉറങ്ങാൻ വേണ്ടിയാണ് എന്ന് സോഫിയ പറയും. എനിക്ക് പേടിയാവുന്ന എല്ലാ കാര്യങ്ങളും മറ്റു കുട്ടികളോട് പറയാൻ പോവുകയാണെന്ന് സോഫിയ പറയും. നീ ആവശ്യമില്ലാത്തതിന് നിൽക്കല്ലേ, നീ ഇങ്ങനെ ചെയ്താൽ അത് നിനക്ക് തന്നെയാണ് ആപത്ത് എന്ന് വിവേൻ പറയും. അടുത്ത ദിവസം വിവേൻ ആരും അറിയാതെ ഡോക്ടറിനെ കാണാൻ വേണ്ടി പോകും. ശരിക്കും അവൾ പോയത് ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയാണ്. പക്ഷേ അവൾ പേടിച്ച് വേറെ അനാവശ്യ കാര്യങ്ങൾ ചോദിക്കും. എന്തിനാ എന്നും ഒരേ മൂവി തന്നെ കാണിക്കുന്നത്, വേറെ മൂവി ഒന്നും കാണിക്കാത്തത് എന്താ എന്ന് ചോദിക്കും. ഇത് കേട്ട ഡോക്ടർക്ക് ആശ്ചര്യമാകും. എന്താന്ന് വെച്ചാൽ മറ്റു കുട്ടികളെക്കാൾ ഇവൾ സ്മാർട്ടാണെന്ന് അയാൾക്ക് മനസ്സിലാവും. ഡോക്ടർ അവൾ ചോദിച്ച മറുപടി കൊടുക്കാതെ നീ ഇപ്പോൾ ഇവിടെ നിന്ന് പൊക്കോ, ഇത് ബ്രിക്സൽ അറിയരുത്, നമ്മൾ തമ്മിൽ കണ്ടത് ബ്രിക്സൽ അറിയരുത്, പിന്നെ നീ ഇവിടെ വരുന്നത് എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമാവണമെന്ന് ഡോക്ടർ വാൺ ചെയ്തു വിടും. അടുത്ത സീനിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു കുട്ടി ഛർദ്ദിക്കും. അപ്പോൾ മറ്റു കുട്ടികൾ പറയും അവൾക്ക് ഹൈജീൻ ഇല്ലാത്തത് കൊണ്ടാണ് ഛർദ്ദിക്കുന്നത് എന്ന് പറയും. ഇത് ബ്രിക്സലിനെ അറിയിക്കണമെന്ന് പറയും. അതൊന്നും വേണ്ട, ഇവളെ ഡോക്ടറിനെ കാണിക്കാമെന്ന് പറഞ്ഞ് വിവേൻ അവളെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകും. ഡോക്ടർ എല്ലാ കുട്ടികൾക്കും വാക്സിൻ അടിച്ചു വിടും. അടുത്ത സീനിൽ സോഫിയ വാക്സിൻ അടിച്ചതിന് ശേഷം എന്റെ കയ്യിലെ ഞരമ്പെല്ലാം തടിച്ചു, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് വിവേനോട് ചോദിക്കും. വിവേന്റെ കയ്യിലും ഞരമ്പെല്ലാം തടിച്ചിട്ടുണ്ട്, അത് വാക്സിന്റെ ആവും, വേറെ കുഴപ്പമൊന്നുമില്ല, നീ വെറുതെ ഓവർ തിങ്ക് ചെയ്യണ്ട, ഡോക്ടർ നല്ല മനുഷ്യനാണ് എന്ന് സോഫിയോട് വിവേൻ പറയും. നീ ഇവരെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കണ്ട, നിനക്ക് നമ്മൾ രാത്രി മരുന്ന് കഴിച്ച് ഉറങ്ങുമ്പോൾ ഗാർഡ്സ് വന്ന് ഓരോ കുട്ടികളുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്യുന്ന കാര്യം അറിയോ എന്ന് സോഫിയ ചോദിക്കും. ഞാൻ എന്തായാലും എല്ലാ കുട്ടികളോടും ഇതിനെക്കുറിച്ച് പറയാൻ പോവുകയാണ് എന്ന് സോഫിയ പറയും. നീ തിരക്ക് പിടിക്കല്ലേ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാമെന്ന് വിവേൻ പറയും. അവിടുന്ന് കട്ട് ചെയ്താൽ വിവേൻ ഡോക്ടറിന്റെ അടുത്ത് പോയി ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങും. ഡോക്ടർ ഇവളെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി അവൾക്കൊരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ നിൽക്കുമ്പോൾ വിവേൻ എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ മരുന്ന് കുത്തിവെക്കുന്നേ എന്ന് ചോദിക്കും. ഇതെന്താ പുതിയ സ്വഭാവം, ഇവിടെ ഇങ്ങനെ എതിർത്ത് സംസാരിക്കാൻ പാടില്ല എന്ന് നിനക്ക് അറിയില്ലേ എന്ന് ഡോക്ടർ ചോദിക്കും. വിവേൻ സോറി പറഞ്ഞ് എന്റെ റൂമിലെ കുട്ടികൾക്ക് എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട് എന്ന് പറയും. എന്ത് പ്രോബ്ലം ആണെങ്കിലും അത് നീ ബ്രിക്സലിനെ അറിയിച്ചാൽ മതി എന്ന് ഡോക്ടർ പറയും. ബ്രിക്സലിനെ എനിക്ക് വിശ്വാസമില്ല, അവൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് എന്ന് അവൾ പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഡോക്ടറിന് ഡൗട്ട് അടിച്ച് നീ നിന്റെ വൈറ്റമിൻസ് ടാബ്ലറ്റ്സ് എല്ലാം കറക്റ്റായി കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അതൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട് എന്ന് വിവേൻ പറയും. ശരി, ഞാൻ ഒരു ഇഞ്ചക്ഷൻ തരാമെന്ന് പറയും. അവൾ വേണ്ട എന്ന് പറഞ്ഞിട്ടും അയാൾ ഞാൻ പറയുന്നത് കേൾക്കുന്നതാ നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഇഞ്ചക്ഷൻ ചെയ്യും. ഇഞ്ചക്ഷൻ ചെയ്ത ഉടനെ വിവേന് ഭയങ്കരമായ മന്നപ്പിലാവും. റൂമിലെത്തി സോഫിയ എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ അവൾ ഒരു മന്നപ്പിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സോഫിയ എന്റെ അടുത്ത് ഒരു പ്ലാൻ ഉണ്ട്, അതുവഴി നമുക്ക് രക്ഷപ്പെടാമെന്ന് പറയും. അപ്പോൾ വിവേൻ ഉറക്കെ എന്താ
എന്താ പ്ലാൻ എന്ന് ഉറക്കെ ചോദിക്കും. ഇത് എല്ലാ കുട്ടികളും ശ്രദ്ധിക്കും. ഇവളുമാര് ശരിയല്ല, ഇവര് റൂൾസ് ഒന്നും പാലിക്കുന്നില്ല എന്ന് അതിൽ ഒരു കുട്ടി ബ്രിക്സലിനെ വിളിച്ച് പറയും. അടുത്ത ദിവസം ബ്രിക്സൽ വന്ന് വിവേനെ കൂട്ടിക്കൊണ്ടുപോയി ഒരു ഇരുട്ടു റൂമിൽ അടച്ചിടും. അതിനുള്ളിൽ ശരിക്കും നിവർന്ന് കിടക്കാൻ പോലും പറ്റുമില്ല. അങ്ങനത്തെ ഒരു റൂമാണിത്. എന്നിട്ട് നേരെ ബ്രിക്സൽ അവളുടെ റൂമിൽ പോയി 2 ഗ്ലാസ്സിൽ ഡ്രിങ്ക് ഒഴിച്ച് ഒരെണ്ണം ആ ഡോക്ടറിന് കൊടുക്കും. ഡോക്ടർ പറയും, ഇനിയും നമുക്ക് പെൺകുട്ടികളെ ആവശ്യമുണ്ട് എന്ന് പറയും. ഇത് കേട്ട് ബ്രിക്സൽ ഷോക്കായി. ഈ ബാച്ചോട് കൂടി ഇത് നിർത്താമെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്താ ഇങ്ങനെ ഒരു വർത്തമാനം എന്ന് ബ്രിക്സൽ ചോദിക്കും. ഞാൻ എന്ത് ചെയ്യാനാ, നമ്മുടെ ഇൻവെസ്റ്റർ ഒരു ഡോൺ ആണ്. അയാൾ വിചാരിച്ചാൽ നമ്മൾ എന്ത് വേണേലും ചെയ്യാൻ പറ്റും. അവർ തന്ന ഇൻവെസ്റ്റ്മെന്റ് ഡബിളും ട്രിപ്പിളും ആയി കിട്ടണമെന്നാണ് അവർ ഇപ്പോൾ പറയുന്നത്. ഇവരുടെ കയ്യിൽ നമ്മൾ ശരിക്കും പെട്ടുപോയി എന്ന് ഡോക്ടർ പറയും. ഓൾറെഡി ഇവിടെ 100 പ്രശ്നങ്ങളുണ്ട്. ആ വിവേനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അവൾ മറ്റു കുട്ടികളെ പോലെയല്ല, അവൾ കുറച്ച് സ്മാർട്ടാണ് എന്ന് ബ്രിക്സൽ പറയും. അടുത്ത സീനിൽ വിവേനെ കാണിക്കും. അവൾക്ക് ശരിക്കും നിവർന്ന് കെടുക്കാൻ പോലും പറ്റുന്നില്ല. അന്ന് രാത്രി സോഫിയ പറഞ്ഞ പോലെ പെൺകുട്ടികൾ ഉറങ്ങുന്ന സമയം ഗാർഡ്സ് റൂമിൽ വരുമ്പോൾ ഗാർഡ്സിനെ അടിച്ചിട്ട് അവന്റെ ആക്സസ് കാർഡ് എടുത്ത് രക്ഷപ്പെടാമെന്ന് തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഗാർഡ്സ് റൂമിൽ വന്ന് ഉറങ്ങിക്കെടുക്കുന്ന പെൺകുട്ടികളോട് തെറ്റായി പെരുമാറുന്ന നേരം സോഫിയ ഒരു അയൺ ബോക്സ് എടുത്ത് അയാളെ അടിച്ചിട്ട് ആ ആക്സസ് കാർഡ് എടുത്ത് നേരെ വിവേന്റെ അടുത്തേക്ക് പോകും. പക്ഷേ അടികെട്ടി കിടക്കുന്ന ഗാർഡ് എണീറ്റ് ആ അലാറം അടിക്കും. അത് കേട്ടതും സോഫിയ ഞാൻ തിരിച്ചു വരാം എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അടുത്ത ദിവസം ബ്രിക്സൽ കുട്ടികളെ എല്ലാവരെയും വിളിച്ച്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി നമ്മുടെ സ്കൂളിന്റെ റൂൾസിനെ വയലേറ്റ് ചെയ്തു, അവൾ ഒരു വാല്യൂബിൾ ആയിട്ടുള്ള സാധനം മോഷ്ടിച്ചു എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ വിവേന് മനസ്സിലാവും സോഫിയ ഇവരുടെ കയ്യിൽ പെട്ടിട്ടുണ്ട്, പക്ഷെ ആ കാർഡ് അവൾ എവിടെയോ ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന് വിവേന് മനസ്സിലാവും. അപ്പൊ ഡോക്ടർ വന്ന് നല്ല ദേഷ്യത്തിൽ, ആ സോഫിയ നിങ്ങളുടെ കയ്യിൽ എന്തേലും തന്നിട്ടുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് ഇങ്ങോട്ട് തന്നു, ഇല്ലെങ്കിൽ ഓരോരുത്തർക്കായി ഇനി എന്നും പണിഷ്മെന്റ് ഉണ്ടായിരിക്കും എന്ന് പറയും. എന്നിട്ട് റീറ്റ എന്ന പെണ്ണിനെ അയാൾ പിടിച്ചോണ്ട് പോകും. ബാക്കിയുള്ള എല്ലാവർക്കും ആ ടാബ്ലറ്റ് കൊടുത്ത് കഴിക്കാൻ പറയും. വിവേൻ ഉഡായിപ്പ് കാണിക്കുമെന്ന് മനസ്സിലാക്കി ബ്രിക്സൽ അവളോട് വായ് തുറന്ന് കാണിക്കാൻ പറയും. വിവേൻ വേറെ വഴിയില്ലാതെ മരുന്ന് കഴിച്ച് വാ തുറന്ന് കാണിക്കും. അന്ന് രാത്രി വിവേൻ ഉറങ്ങാതിരിക്കാൻ വേണ്ടി അവൾ സ്വയം മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കും. എന്താന്ന് വെച്ചാൽ സോഫിയ ആ ആക്സസ് കാർഡ് എവിടെയോ ഒളിപ്പിച്ചിട്ടുണ്ട്, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അവൾ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് നേരത്തെ തിരച്ചിലിന് ശേഷം വിവേൻ ആ കാർഡ് കണ്ടുപിടിക്കും. വിവേൻ നേരെ ആ ആക്സസ് കാർഡ് ഉപയോഗിച്ച് ഡോർ തുറക്കാൻ നോക്കും. പക്ഷേ ഡോർ തുറക്കാൻ സാധിക്കുന്നില്ല. ആ കാർഡ് ലെവൽ 16 ആക്സസ് ഉണ്ടാകില്ല. അപ്പോൾ വിവേൻ കാർഡ് ഉപയോഗിച്ച് ഡോറിന്റെ സ്ക്രൂ എല്ലാം അഴിച്ചു മാറ്റി ഡോർ ഇളക്കി മാറ്റി അവൾ പുറത്തേക്ക് വരും. വിവേൻ നേരെ ബ്രിക്സലിന്റെ ക്യാബിനിൽ പോയി സോഫിയ എവിടെയെന്ന് ചോദിക്കും. ഓ, നിന്റെ ഫ്രണ്ട് ആണല്ലേ അവൾ. ലെവൽ 10 നിങ്ങളുടെ ബോണ്ടിങ് കണ്ടിട്ടാണ് നിങ്ങളെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങൾ പിരിച്ചത്. ഇപ്പോഴും എങ്ങനെയാണ് നിങ്ങൾ ഇത്ര ബോണ്ടിങ്ങിലായിരിക്കുന്നത് എന്ന് അവൾ ചോദിക്കും. നോക്ക്, എനിക്ക് ഒട്ടും താല്പര്യമില്ലാതെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്തെങ്കിലും അവസരം കിട്ടിയാൽ ഞാൻ ഇവിടെ നിന്ന് ചാടിപ്പോവും. മര്യാദയ്ക്ക് നീ പോയി കിടക്ക് എന്ന് പറയും. എവിടെ സോഫിയ എന്ന് വിവേൻ ചോദിക്കും. അവൾ താഴെ സേഫ് ആയിരിക്കുന്നുണ്ട് എന്ന് ബ്രിക്സൽ പറയും. അവൾ താഴെ സേഫ് ആയിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നൈസായി ബ്രിക്സൽ വിവേന് ഇഞ്ചക്ഷൻ കുത്താൻ നോക്കും. വിവേൻ ഇത് മനസ്സിലാക്കി അവിടെ ഉണ്ടായിരുന്ന ഒരു സാധനം എടുത്ത് വിവേൻ ബ്രിക്സലിന്റെ മണ്ടയ്ക്കടിച്ച് ആ ഇഞ്ചക്ഷൻ ബ്രിക്സലിന് തന്നെ കുത്തി കൊടുക്കും. അതോടെ ബ്രിക്സലിന്റെ ബോധം പോകും. എന്നിട്ട് വിവേൻ ബ്രിക്സലിന്റെ കാർഡ് എടുത്ത് ടോപ്പ് ഫ്ലോറിൽ പോകും. അപ്പോഴാണ് അവൾ ജീവിതത്തിൽ ആദ്യമായി ആകാശം കാണുന്നത്. പെട്ടെന്ന് അവൾക്ക് സോഫിയയുടെ കാര്യം ഓർമ്മ വരും. അവൾ സോഫിയനെ തേടാൻ ആരംഭിക്കും. ഒരു വിധത്തിൽ ഗാർഡ്സിന്റെ കണ്ണിൽ പെടാതെ സോഫിയനെ വിവേൻ കണ്ടുപിടിക്കും. സോഫിയക്ക് തന്നെ രക്ഷിക്കാൻ തന്റെ കൂട്ടുകാരി വന്നതിൽ വളരെ സന്തോഷമാവും. വിവേൻ വാ നമുക്ക് രക്ഷപ്പെടാം എന്ന് പറയും. അപ്പൊ സോഫിയ പറയും, റീറ്റ അവളെ അവർ പിടിച്ചോണ്ട് പോയിട്ടുണ്ട്, അവൾക്ക് എന്താ പറ്റിയതെന്ന് എനിക്ക് അറിയണം. അങ്ങനെ രണ്ടാളും റീറ്റയെ അന്വേഷിച്ചു പോകും. അങ്ങനെ അവർ കുറെ ശവശരീരങ്ങൾ ഉള്ള മുറിയിൽ എത്തിപ്പെടും. അവിടെ ഓരോ ടേബിളിലായി ശവശരീരങ്ങൾ മൂടിയിട്ടിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തുമേൽ റീറ്റയുടെ പേര് കാണും. രണ്ടാളും കൂടി അത് തുറന്നു നോക്കും. അവർ അത് കണ്ട് ആകെ ഷോക്കാവും. എന്താന്ന് വെച്ചാൽ റീറ്റയുടെ ശരീരത്തിലെ തൊലിയെല്ലാം ഉരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോ ഇതാണ് ഇവർ നമ്മളെ വെച്ച് ഇവിടെ ചെയ്യുന്നത്, നമുക്ക് ഇത് മറ്റു കുട്ടികളെ അറിയിച്ച് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് നീ ഇവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ പോയി എല്ലാവരെയും കൊണ്ടുവരാമെന്ന് സോഫിയ പറയും. നമ്മൾ എന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. പിന്നെ എങ്ങനെയാ എല്ലാവരെയും രക്ഷിക്കുക എന്ന് വിവേൻ ചോദിക്കും. എന്തേലും പറഞ്ഞ് ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുവരാം, നീ ഇവിടെ വെയിറ്റ് ചെയ്യേ എന്ന് പറഞ്ഞ് സോഫിയ ലെവൽ 16 കുട്ടികളുടെ അടുത്തേക്ക് പോയി. നോക്ക്, എനിക്ക് ഈ ആക്സസ് കാർഡ് ബ്രിക്സൽ തന്നതാണ്, ഇനി ഞാനാണ് നിങ്ങളുടെ ഹെഡ്, ഞാൻ പറയുന്നത് എല്ലാവരും അനുസരിക്കണം എന്ന് പറഞ്ഞ് ഓരോരുത്തരോടും എല്ലാ റൂമിലും പോയി എല്ലാ കുട്ടികളെയും ഗ്യാദർ ചെയ്യാൻ പറയും. അപ്പോൾ വിവേൻ മേലെ വെയിറ്റ് ചെയ്യുന്ന ഇടത്തേക്ക് ഒരു ഗാർഡ് വരും. അവൾ അയാൾ കാണാതിരിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറുടെ റൂമിലേക്ക് കയറും. അപ്പോൾ അവിടെ അവളുടെ കൈ തട്ടി പ്രൊജക്ടർ ഓൺ ആവും. അതിൽ ഒരു വീഡിയോ കാണിക്കും. അത് കണ്ട് വിവേൻ ആകെ ഷോക്കാകും. അത് എന്താന്ന് വെച്ചാൽ ഇത് സ്കൂളൊന്നുമല്ല, ശരിക്കും ഇതൊരു റിസർച്ച് ലാബാണ്. ഇപ്പോൾ ഭംഗി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ടെക്നോളജികൾ
സർജറികളുണ്ട്, പ്ലാസ്റ്റിക് സർജറി പോലത്തെ. ഇവർ അതുക്കും മേലെയുള്ള കാര്യമാണ് ചെയ്യുന്നത്. ഒരു ഹെൽത്തിയായ റിച്ച് ലുക്കുള്ള സ്കിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇവരുടെ പരിപാടി. അതിനുവേണ്ടി പെൺകുട്ടികളെ ചെറിയ പ്രായത്തിലെ തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ പുറം ലോകം കാണിക്കാതെ അടച്ചു വെച്ച് സൂര്യപ്രകാശം പോലും തട്ടിക്കാതെ ക്ലീനായ നല്ല പ്യുവർ സ്കിൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഫാക്ടറിയിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് പോലെ. ഇത് കണ്ട് ദേഷ്യം വന്ന് അവിടെയുള്ള സാധനങ്ങൾ എല്ലാം വിവേൻ തല്ലി പൊട്ടിക്കാൻ തുടങ്ങും. ഇപ്പൊ സോഫിയ എല്ലാ കുട്ടികളെയും കൺവിൻസ് ചെയ്യാൻ നോക്കുകയാണ്. ഇത് സ്കൂളൊന്നുമല്ല, ഇവർ നമ്മളെ കൊല്ലുമെന്നൊക്കെ പറയും. പക്ഷെ ആരും ഇത് വിശ്വസിക്കുന്നില്ല. നീ നുണ പറയുകയാണ്, നിനക്ക് ഞങ്ങൾക്ക് നല്ല ജീവിതം കിട്ടുന്നതിൽ അസൂയയാണ് എന്ന് പറയും. അപ്പോ അവിടേക്ക് വിവേൻ ബ്രിക്സലിനെ കൂട്ടിക്കൊണ്ടുവന്ന് ബ്രിക്സലിനെ സത്യം പറയിപ്പിക്കാൻ നോക്കും. പക്ഷെ അവൾ വാ തുറക്കില്ല. ദേഷ്യം വന്ന് വിവേൻ ബ്രിക്സലിനെ അടിക്കാൻ നോക്കുമ്പോഴാണ് വിവേൻ ഒരു കാര്യം നോട്ടീസ് ചെയ്യുന്നത്. ഈ ബ്രിക്സലും ഈ സർജറി ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്റ്റിച്ച് മാർക്ക് അവളുടെ കഴുത്തിന് പുറത്ത് കാണും. ഇത് കാണുമ്പോഴാണ് സത്യം മറ്റു കുട്ടികൾക്കെല്ലാം മനസ്സിലാകുന്നത്. അങ്ങനെ എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി മുകളിലേക്ക് പോകും. അപ്പോഴാണ് സോഫിയ പറയുന്നത്, ഇനി ഒരു ലെവലിലത്തെ കുട്ടികളെയും രക്ഷിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവൾ അവിടേക്ക് പോകും. ആ സമയം ഒരു പെൺകുട്ടി പുറത്തേക്കുള്ള വാതിൽ തുറക്കും. അപ്പോൾ സൈറൻ മുഴങ്ങാൻ തുടങ്ങും. എല്ലാ കുട്ടികളും ഗാർഡ്സ് വരുന്നതിന് മുന്നേ രക്ഷപ്പെടും. പക്ഷെ വിവേനും സോഫിയയും ആ ഗാർഡ്സിന്റെ മുന്നിൽ പെടും. ഒരു വിധത്തിൽ രണ്ടാളും കൂടി അവരെ തള്ളി താഴെയിട്ട് കൊല്ലും. അപ്പോ അവിടേക്ക് ഡോക്ടർ വരും. സോഫിയയ്ക്കാണെങ്കിൽ ഗാർഡ്സിനെ നേരിടുന്നതിനിടയിൽ നല്ല രീതിയിൽ പരിക്കും പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് വിവേൻ ഡോക്ടറുടെ കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു റൂമുണ്ട്. അതിൽ സോഫിയനെയും കൂട്ടി വാതിൽ ലോക്ക് ചെയ്യും. അപ്പോൾ ആ ഡോക്ടർ വന്ന്, ഇത് എന്റെ 16 വർഷത്തെ കഷ്ടപ്പാടാണ്, മര്യാദയ്ക്ക് നീ വാതിൽ തുറക്കുക എന്ന് പറയും. ഇതൊക്കെ നീ ചെയ്തത് ഈ സ്കിന്നിന് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞ് വിവേൻ അവളുടെ മുഖത്തെ മുറിവേൽപ്പിക്കാൻ തുടങ്ങും. അത് കണ്ട് ദേഷ്യത്തിൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് അലറുമ്പോൾ അവിടേക്ക് 2 ഗാർഡ്സ് വരും. അത് ഡോക്ടറുടെ ഇൻവെസ്റ്ററുടെ ഗുണ്ടകളാണ്. ഇവിടെ നടന്നത് അറിഞ്ഞ് ഇയാളെ കൊല്ലാൻ വേണ്ടി അയച്ച ഗുണ്ടകളാണത്. അവർ ഡോക്ടറെ അവിടെ നിന്ന് കൊണ്ടുപോകും. അടുത്ത ദിവസം അവിടേക്ക് പോലീസ് വരും. രക്ഷപ്പെട്ട പെൺകുട്ടികൾ വഴിയാണ് പോലീസ് ഇവിടേക്ക് എത്തിയത്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി അവർ സൂര്യന്റെ വെളിച്ചവും പ്രകൃതിയുടെ കാറ്റും കൊള്ളും. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.